അത്ര വെള്ളം ഉണ്ടെന്നറിയില്ല. ഞാൻ എന്നാ ചെയ്യും? രാവിലെ അമ്പലത്തിൽ പോകാൻ വന്നപ്പോഴും ഉണ്ട്. ആ പോസ്റ്റിൽ അപ്പോൾ ഇവിടെ ഇങ്ങനെ മുട്ടി കിടക്കുന്ന പോലെ കിടക്കുകയല്ല. പിന്നെ ആളാണോ ആരാണോ കുട്ടി വിടുക. അത് കഴിഞ്ഞ് ഞാൻ മുമ്പേ അതിന് പോയപ്പോൾ ഒന്നുകൂടെ കുട്ടി വിട്ടേക്കാം. ആണോ? അടങ്ങി കിടക്കുക. അടങ്ങി പോകാൻ ചെറിയ പോത്താണ്. ചെറുതാല്ലേ? ഉണ്ടായിരുന്നു അവര്. അങ്ങനെ കൊണ്ടിനകത്ത് കയറി ഉണ്ടായിരുന്നു. അത്രയല്ല.
നമ്മൾ തിരുനക്കര അമ്പലത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. വെച്ചാൽ ശബരിമലയ്ക്ക് പോവാണ്. അപ്പം കെട്ടുമുറുക്കി സാറിന് ഞങ്ങൾ എല്ലാ കൊല്ലം അമ്മേനൂരിൽ കഴിഞ്ഞ നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം ഈ കോട്ടയത്ത് നിന്ന് കെട്ടുമുറുക്കി പോയി. അപ്പോൾ ഇപ്രാവശ്യം ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് കെട്ടുമുറുക്കാൻ വേണ്ടി വന്നേക്കാണ്. കെട്ടുമുറുക്കാനായിട്ട് ശരിക്കും ഞാൻ കൗണ്ടറിൽ നിന്നൊരു ഇതെടുത്ത് കഴിയുമ്പോൾ കിറ്റ് കിട്ടും, കെട്ടുമുറുക്ക് കിറ്റ്. അതിനകത്ത് ഇരുമ്പുടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് പൊടി നമുക്ക് വേണ്ടി സാധനങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് അകത്ത് പോയി ഒരു കൂപ്പൺ എഴുതി കഴിഞ്ഞാൽ കെട്ടുമുറുക്കാനുള്ള ആൾ വരും. കെട്ടുമുറുക്കി നമുക്ക് ഇവിടെ സുഖമായിട്ട് വിലയ്ക്ക് പോവാം. ഏതൊരു ശിവക്ഷേത്രത്തിൽ നിന്ന് കെട്ടുമുറുക്കി പോകണമെന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. ഇവിടെ ആകുമ്പോഴത്തേനും അതൊരു ഇടത്താവളം കൂടി ആയതുകൊണ്ട് അതിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അലങ്കരിക്കാൻ ഒരു മാല എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കെട്ടണം. കുറച്ച് ബന്ദിമാലയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് സാറിനൊരു മാല വെച്ചിട്ടുണ്ട്, അത് കെട്ടാം. അത് പറ്റുമോ? അല്ല മാല അത് മതിയോന്ന്. നടക്കണ്ടേ? ചെറിയ മഴയുണ്ട്. വലിയ ക്യൂ അതിനും പോയി കെട്ടുമ്പോൾ സമയം 8 മണിയായി. ഞാൻ വിളിച്ചപ്പോൾ ചോദിച്ചു, ഞാൻ മാത്രം വരാനുള്ളൂ ചോദിച്ചു. സ്വാമിയേ ശരണമയ്യപ്പോ തത്വള്ളമ്മന് സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പോ. അത് തൊഴിലേച്ച് പോലും കേട്ടോ. 2 ടെസ്റ്റ് കൊടുത്തു പോലെ അത് കൊടുത്താൽ സ്വാമിയേ ശരണമയ്യപ്പോ തോളമ്മൻ്റെ സ്വാമിയേ ശരണമയ്യപ്പോ വൈക്കമ്മൻ്റെ സ്വാമിയേ ശരണമയ്യപ്പോ. ശരിക്കും പ്രാർത്ഥിക്കണം. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് ഭഗവാനോട് പറയണം. അതിനുശേഷം മാത്രമേ മറയ്ക്കാവുള്ളൂ കേട്ടോ. ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണം. സൗകര്യങ്ങളും മഹാത്മായിട്ടുണ്ടാകണം. എന്തൊക്കെ ആവശ്യങ്ങളൊക്കെ സ്വാമിയേ ശരണമയ്യപ്പ നീ അഭിഷേകപ്രിയനേ ശരണമയ്യപ്പോ. സ്വാമിയേ ശരണമയ്യപ്പോ. സ്വാമിയേ ശരണമയ്യപ്പോ. ശരണഘോഷപ്രിയനേ ശരണമയ്യപ്പ. ശരണാഗത വത്സലനേ ശരണമയ്യപ്പ. ആശ്രിത വത്സലനേ ശരണമയ്യപ്പ. അഭയസ്നഗമൻ സ്വാമിയേ ശരണമയ്യപ്പോ. അത്തോളമ്മൻ്റെ സ്വാമിയേ ശരണമയ്യപ്പ.
അവരായി വരണം സ്വാമിയേ ശരണമയ്യപ്പോ. പറഞ്ഞോളിയുണ്ടോ? നിറച്ച് ഒരെണ്ണം കൂടെ നിറച്ച്. വൈകുന്നേരം അല്ലേ? ഇതും എടുത്ത് വെച്ചേക്കാം. എല്ലാം കൂടി സെറ്റ് എടുത്ത് വെക്കുന്നേ. ഇത് പറഞ്ഞാൽ മതി. ആര് വരില്ല? അഡീഷണൽ നീറ്റാൻ പോലെ ഉണ്ടായിരുന്നു. വരും പോലെ. കുഴപ്പമില്ല. സെറ്റോടെ എടുത്ത് വെക്കുന്നേ കേട്ടോ. കഞ്ഞിക്കട്ട ആരുമില്ലല്ലോ. ശരണമയ്യപ്പ 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 സ്വാമി ശരണമയ്യപ്പ അതുകൊണ്ട് സ്വാമി ശരണയ്യപ്പ എന്നറിയാറായിരുന്നു. വീരനെ ശരണയ്യപ്പ വീരമണി കണ്ടനെ ശരണയ്യപ്പ പുലോകനാഥനെ ശരണയ്യപ്പ ഭൂമിക്കുടയോനെ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ആപൽ ബാന്ധവനെ ശരണയ്യപ്പ നാഥരക്ഷകനെ ശരണയ്യപ്പ സെവിപ്പവർക്കാനന്ദമൂർത്തിയെ ശരണമയ്യപ്പ. കിട്ടാറിയോ അച്ചൊക്കെ നമ്മുടെ നാട്ടും പുറത്തേക്ക് എല്ലാവരുടെ നീക്കാൻ നടച്ചു വെച്ചു. 100 പേരെ നടച്ചു പരവശീലം മഹാദേവനെ ശരണമയ്യപ്പ കവലിനായി കൂടെ കൊടുക്കും. നേരെ കൊടുത്താൽ മതി. അതേപടി സ്വാമിയെ ശരണമയ്യപ്പ. ഇത് ദക്ഷിണയായിട്ട് കൊടുക്കണം. ദേശദേവതയ്ക്കുള്ള കുടുംബദേവത അഥവാ ദേശദേവതയ്ക്കുള്ള കേട്ടോ. പോയിട്ട് തിരിച്ച് വന്ന് നമ്മൾ ആ ക്ഷേത്രത്തിൽ പോകാം. അതൊന്ന് പോയിട്ട് തിരിച്ച് വരുന്ന കാവലിനായി രക്ഷയ്ക്കുള്ള വഴിപാടാണ്. രണ്ട് കൈ കാണിച്ചു. അന്നദാന പ്രഭുവേ ശരണമയ്യപ്പോ ആപത് ബാന്ധവനെ ശരണമയ്യപ്പ അനാഥരക്ഷകനെ ശരണമയ്യപ്പ. അത് തീർക്കൊരുതായിരുന്നു. സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ അഭിഷേകപ്രിയനേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. വേണ്ട സന്തോഷത്തിലാണ് പറഞ്ഞിരിക്കുന്ന അത് നമ്മുടെ എവിടെ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ കവനക സ്വാമിയേ ശരണമയ്യപ്പ. ഇവിടുത്തെ സ്വാമി ഇത് കൊച്ചു വരുന്ന സ്വാമി കേട്ടോ. വെള്ളം കുത്തിക്കൊന്നും വരും. സ്വാമിയേ ശരണമയ്യപ്പ അഭിഷേകപ്രിയനേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. അതുകൊണ്ട് നമ്മുടെ സ്വാമിയേ ശരണമയ്യപ്പ. അന്നദാന പ്രഭുവേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ അഭിഷേകപ്രിയനേ ശരണമയ്യപ്പ ശരണഘോഷപ്രിയനേ ശരണമയ്യപ്പ. കൊച്ചുകൊടുത്ത സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ കറുപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഇത് പറഞ്ഞ മഞ്ഞപ്പൊടിയാണ് നാഗദേവിക്ക് പുഷ്പം മണിമണ്ഡപത്തിൽ കേട്ടോ. അഭിഷേകപ്രിയനേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി. ഞാൻ വരുന്നോടാ ശബരിമലയ്ക്ക് വരുന്നോ? ശരണമയ്യപ്പ കത്തോണം സ്വാമിയേ ശരണമയ്യപ്പ
സ്വാമിയപ്പോ എൻ്റെ കൈ കാണിച്ചു അതാണ് പൂവേ ശരണയ്യപ്പോ അവൾ കാപ്പനെ ശരണയ്യപ്പ ആദരിച്ചോ ശരണയ്യപ്പോ ശരണവശത്തേനെ ശരണയ്യപ്പോ ശരണാഗത വത്സനെ ശരണയ്യപ്പ ആശ്രിത വത്സനെ ശരണയ്യപ്പ ഹേം സ്വാമിയെ ശരണയ്യപ്പോ സ്വാമിയെ ശരണയ്യപ്പ സ്വാമിയെ ശരണയ്യപ്പോ കൊച്ചുകൊടുത്ത സ്വാമിയെ ശരണയ്യപ്പോ സ്വാമിയെ നീയാണല്ലേ അപ്പോൾ ഇത് ലോക്കാക്കുന്നത് സ്വാമിയെ ശരണയ്യപ്പ ഉണ്ട് സ്വാമിയെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുവാണ്. 9 മണിയായി. പക്ഷെ മഴ കാരണം അങ്ങനെ വലിയ വെയിലൊന്നും അറിയത്തില്ല. മണ്ടാട്ട് കവരാനുള്ള ധാരാളമാവലാണ്. പൊൻകുന്നം കൂടി എരിമേലിയായിരുന്നു വരുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ പൊൻകുന്നം കൂടാതെ മണിമല റൂട്ട് കയറിയാണ് വന്നത്. നമ്മൾ അപ്പുറം സൈഡിൽ നിന്ന് അങ്ങോട്ട്
സംഭവം കേൾക്കുന്നില്ല കുറച്ച് നേരത്തേക്ക് നടവല്ലോ അടയ്ക്കും. നടയടച്ചു. പറയുമ്പോ 9:40. റേസിന് വേണ്ടി പിന്നെ അങ്ങനെ ഒരു ഇതാണ് പെട്ടെന്ന് എല്ലാ സെറ്റപ്പും ഉണ്ട്. വർഷമൊക്കെ കാണിക്കും. ഇത്രയും കേസുകളുള്ളതുകൊണ്ട് വീശിയെടുത്ത് ഈ ആറ്റിൽ കൂടെ തന്നെ വരുമല്ലോ ഇത്. ഇല്ല അത് അതിലെ ഒഴിവാകുന്നൊന്നുമില്ല. ആ അടച്ച് പോകുന്ന കാരണം ആ. പണ്ട് ഞാൻ ആദ്യം വരുമ്പോൾ ഇവിടം വരെ വണ്ടിയുണ്ട്, പിന്നെ നടന്നു പോകണം. അന്നേരം ഇവിടെ ഈ റോഡ് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ചെറുവണ്ടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒതുക്കും. അല്ല ബസ്സും എല്ലാം ഇവിടം വരെ ഉള്ളൂ. അന്ന് ജനവണ്ടി അല്ല, വളരെ കുറവല്ല. ഓർഡറിന് വണ്ടി പോലെ ഇതൊക്കെ തമിഴ്നാടാണ്. വണ്ടി ഇത് നമ്മുടെ വണ്ടി ആന്ധ്രാന്ന് രണ്ടുന്ന വണ്ടി ഉണ്ട്. ഒട്ടും വണ്ടിയില്ലായിരിക്കും അതാ. സാധാരണ ഇവിടെ ഹിൽ ടോപ്പിലൊക്കെ പാർക്കിംഗ് പ്രളയം കഴിഞ്ഞാൽ പിന്നെ നിരോധിച്ചായിരുന്നു. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടായാലും വണ്ടി മൊത്തം വണ്ടി വന്നപ്പോഴത്തേനും ഹിൽ ടോപ്പിൽ തന്നെ ഇടാൻ പറ്റി. കറക്റ്റ് പമ്പേ വന്ന് ഇറങ്ങാനും പറ്റി. പ്രളയം വന്നപ്പം ഉള്ള ആ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് നേരത്തെ ഒക്കെ ഇവിടെ മുഴുവൻ ഭയങ്കര രസമായിരുന്നു. എല്ലാ വണ്ടി ഇവിടെ എല്ലാം വരുമായിരുന്നു.
ഒത്തിരി, അതായത് ഒരു 2018 ആ പ്രളയം വന്നു, കടക്കാൻ മേലാതെ. പിന്നെ ആ സ്ത്രീ വിഷയങ്ങളൊക്കെ വന്നു, മറ്റേ നൂറാഫാത്തിയൊക്കെ കയറിയ പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രളയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വണ്ടി ഒന്നും തന്നെ കടത്തിവിടുകയില്ല. അതുപോലെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഉത്തം വണ്ടിയും കൊണ്ട് വന്നപ്പോൾ കറക്റ്റ് പമ്പേ വന്ന് പാർക്കിംഗ് വരെ കിട്ടി. അതൊക്കെ ഒരു സംഭവങ്ങളാണ് കേട്ടോ. പമ്പയിൽ ഒന്ന് കുളിക്കണം, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ ഒരു ക്ലോക്ക് റൂം താൽക്കാലികമായിട്ട് നിർമ്മിച്ചാണ്. പണ്ട് ഇവിടെ വലിയ 2-3 ഷെഡുകൾ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം പ്രളയം വന്നപ്പോൾ തകർന്നു പോയതാണ്. ഭയങ്കര ഷെഡ് താൽക്കാലികമായിട്ട് നിർമ്മിച്ചിരുന്നതാണ്. വെള്ളം പോകുന്നതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് നിർമ്മിച്ചിരുന്നത്. വീട്ടിലെ 2-3 ഷെഡ് കൂടി ഉണ്ടായിരുന്നതാണ്. പണ്ടൊക്കെ വന്നവർക്കൊക്കെ അറിയാം. വണ്ടി കണ്ട അവിടെ കിടപ്പുണ്ട്.
ഉണ്ടായിരുന്നു.